ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് നെയ്യപ്പം ഉണ്ടാക്കണം ഞങ്ങൾ വിചാരിച്ചിട്ട് അമ്മ നമുക്ക് നാളെ നെയ്യപ്പം ചൂടാന്ന് വിചാരിച്ചു. അപ്പോൾ എന്താക്കിയത് പച്ചരി ഇന്ന് രാവിലെ കുതിർത്താൻ വെച്ചു കേട്ടോ. രാവിലെ കുതിർത്തിയതിന് പിന്നെ രാത്രിയാണ് ഞങ്ങൾക്ക് അന്ന് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി വന്നതിന് ശേഷം രാത്രിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അങ്ങനെ അന്നപ്പം തന്നെ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് 2 കയ്യിൽ ഗോതമ്പ് പൊടി ആട്ടോ, നമ്മളെ കരണ്ടില്ലേ 2 കരണ്ടി ഗോതമ്പ് പൊടി 3-4 ഏലക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ മാവ് ഉണ്ടാക്കുന്നത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മാവ് ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കണി വെക്കാൻ, അത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആക്കി ഉണ്ടാക്കിയതായിരുന്നു. അത് അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും കണി ഒരുക്കാൻ വേണ്ടിയിട്ട് നെയ്യപ്പല്ലേ അത്. ഇത് നല്ലോണം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നെയ്യപ്പം. ഇതിൻ്റെ അകത്ത് അപ്പക്കാരോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 പഴവും ശർക്കരയും കുറച്ച് ഏലക്കായും ഉപ്പും മാത്രമേ ഇതിൻ്റെ അകത്ത് 2 കായ് പഴം എടുത്തിട്ടുണ്ട്. പഴം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്ത്. പക്ഷേ അപ്പം അതിൻ്റെ അകത്ത് പഴം ഇടുന്നത് കണ്ടില്ല. അമ്മനോട് പറഞ്ഞു ഈ 2 നേന്ത്രപ്പഴം എന്തായിട്ട് അരച്ചിടുന്ന നേന്ത്രക്കായ്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതൊക്കെ അമ്മയാണ് കേട്ടോ ഇതൊക്കെ മുറിച്ചിടുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കരിഞ്ചീരകം ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴ എന്തോ ഭാഗ്യമുണ്ട് കറണ്ടൊന്നും പോവാത്തത് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കറണ്ട് പോവാതിരുന്നത് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞേരം ഞങ്ങൾ ഇതൊക്കെ മാവൊക്കെ അരച്ച് സെറ്റാക്കി കഴിഞ്ഞേര് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേര് അന്ന് കറണ്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അന്നപ്പം തന്നെ കരിഞ്ചീരകം ഒക്കെ ഇട്ട് വേറെ രാവിലത്തേക്ക് ഇനി ഒന്നും ചെയ്യാനുണ്ടായിരുന്നു. തേങ്ങാക്കൊത്ത് ഇടാണ്ടത്. പിന്നെ തേങ്ങാക്കൊത്ത് നാളെ രാവിലെ ഇട്ടാൽ മതിയല്ലോ വിചാരിച്ച് നല്ലോണം മിക്സാക്കി അടച്ചു വെച്ചു. അടച്ചു വെച്ച് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞങ്ങളിത് എടുക്കുന്നത്. പിന്നെ രാത്രിത്തെ വീഡിയോസ് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാനായില്ല കേട്ടോ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തുട്ടോ. നേരം വെളുത്തതിന് ശേഷം ഇതാ വയലിൽ കണ്ട ടോർച്ചടിച്ച് പോകുന്ന മീനെ പിടിക്കാൻ പോകുന്നവരായിട്ട്. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് കയറേണ്ടത് കൊണ്ട് വയലിലേക്കൊന്നും പോകാനായില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കണേ വെച്ചിട്ട് മഴയൊക്കെ തോർന്നുണ്ട് കേട്ടോ. നല്ലോണം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കേട്ടോ. അമ്മ പറയുന്നുണ്ട് മാവ് പുളിച്ചു പൊന്തിയില്ലല്ലോ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്കത് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ പറയുമ്പോൾ അമ്മേനോട് അറിയാം അപ്പക്കാരിട് അപ്പക്കാരിട്. പക്ഷെ ഞാൻ അപ്പക്കാരില്ലാണ്ട് നമ്മളൊന്ന് നോക്കി നോക്കാം അമ്മ. പൊന്തിയിട്ടില്ല നമുക്ക് എന്തായാലും അപ്പക്കാരിടാന്ന് ഞാൻ അമ്മേനോട് പറയാണ്. അങ്ങനെ അടുപ്പത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, അടുപ്പത്തേക്കല്ല കേട്ടോ ഇത് ഉണ്ടാക്കേണ്ട ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി നല്ലോണം കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രമല്ലേ അതിലേക്കാണ് കേട്ടോ. അതിലാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ ഭംഗിയുണ്ട്. അടി കട്ടിയുള്ള പാത്രം. അപ്പോൾ ഞങ്ങൾ വെച്ച ഇരുമ്പ് ചീഞ്ചട്ടിയിലാട്ടോ, അടുപ്പത്ത് തന്നെയാണ് വെച്ചത്. അപ്പം ഞാനിത് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് എനിക്ക് ഒഴിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ വീഡിയോ എടുക്കുന്നത് ഒഴിക്കൽ എല്ലാം കൂടി ഒരുമിച്ച് നടക്കും. ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ നിങ്ങൾ ഒഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അതിൻ്റെ മുന്നേ ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ടോ അതിൻ്റെ അകത്ത്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ഒഴിച്ചതാട്ടോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അമ്മേനോട് തന്നെ അപ്പക്കാരിട്ടിട്ടുള്ളത് പൊന്തിയിട്ടില്ല, എന്തായാലും നമുക്ക് അപ്പക്കാരിടാന്ന് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പക്കാരിടേണ്ടി വന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനൊരു ഭയങ്കര ഒരു
സമാധാനവും ഒരു സന്തോഷം. ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് ഞങ്ങൾക്ക് വേറെ ഒരാൾക്ക് കൊടുക്കുക, വേറെ ഒരാളല്ല കേട്ടോ. അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ കിണർ കുഴിക്കലാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞിരിക്കുക, പെങ്ങൾക്കൊരാങ്ങളേ ഉള്ളൂ, മറ്റൊരു രണ്ടാളും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ നമുക്ക് നെയ്യപ്പോ ചായപ്പൊടി പഞ്ചസാരയൊക്കെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഞാനൊന്നും പോയില്ല കേട്ടോ. അമ്മയും അച്ഛനും കൂടിയാണ് പോയത്. അങ്ങനെ നെയ്യപ്പൊക്കെ ഒരു നായി അരി പച്ചരി വെള്ളത്തിലിട്ടിട്ടുള്ളൂ. അങ്ങനെ ഫുള്ള് ചുട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ആക്കട്ടെ. അതിൻ്റെ അപ്പുറത്ത് പുട്ടും പൊടി ഉണ്ടാക്കുക. അമ്മയ്ക്ക് തൊഴിലുറപ്പിനും ഉണ്ട്. അപ്പം ചോറ് ആക്കിയിരിക്കുന്നു, പക്ഷെ വെന്തില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ചോറ് കൊണ്ടുപോയില്ല കേട്ടോ. പുട്ടും പപ്പടും ആക്കുക, പിന്നെ നെയ്യപ്പം ഉണ്ടല്ലേ. അപ്പം ഞാൻ പറയാം കറിയൊക്കെ ഞാനങ്ങ് ഉണ്ടാക്കിയോ. അപ്പം അമ്മ പറഞ്ഞ് അച്ഛൻ്റെ പെങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ തൊഴിലുറപ്പുള്ള. അപ്പം അമ്മ വിചാരിച്ച് ആടുന്ന് ചോറ് ഉണ്ടാകല്ലോ എന്നുള്ളതിൽ അമ്മ ചോറ് എടുത്തില്ല, ചായക്ക് കടി കൊണ്ടുപോയി കിട്ടാ. അപ്പോൾ കണ്ടു നേരം വെളുത്തര കാഴ്ച കേട്ടോ. ഇത് വെളിച്ചായതിന് ശേഷം മീൻ പിടിക്കുന്ന കാഴ്ചകളാണ്. അങ്ങനെ നെയ്യപ്പൊക്കെ ചുട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം, മനസ്സിനൊരു സംതൃപ്തിയുല്ലേ. പക്ഷേ ഇത് ഞാൻ വീഡിയോയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചിങ്ങനെ നോക്കല്ലോ, അതിന് വേണ്ടി ചെയ്തതാ. പക്ഷെ ഒരു കാരണവശാൽ നെയ്യപ്പം തൊടാനാന്നില്ല, അമ്മാതിരി ചൂട് കേട്ടോ. അമ്മനോടായിരുന്നു പ്ലേറ്റിലൊക്കെ ഇട്ട് ചെയ്ത, പക്ഷെ തൊടാനാണ്ടേ ചൂടുകൊണ്ട്. മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ടാവും. എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായി മീൻ പിടിക്കുന്നവരെ എടുത്ത് പോവാൻ, ആ മീൻ പിടിക്കുന്നത് കാണാനൊക്കെ. പക്ഷെ അന്നത്തെ ദിവസം ഒന്നിനും നടന്നില്ല കേട്ടോ. അങ്ങനെ അമ്മ കുളിച്ചൊക്കെ വന്നതിന് ശേഷം നേർച്ച കൊടുക്കാനായിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയത് കൊടുത്തു കഴിഞ്ഞാൽ രജിയാണ്ടും പോവാനായപ്പോൾ രജിയാണ്ട് ചായയും കൊടുത്തു. പുട്ടും പപ്പടായിട്ടോ, വേഗാകാൻ വേണ്ടിയിട്ട് അതായിട്ടോ ചെയ്തത്. അങ്ങനെ നെയ്യപ്പും രജിയാണ്ട് കൊടുത്തു. അങ്ങനെ രജിയാണ്ടും അച്ഛനും രജിയാണ്ട് പോയി. രജിയാൻ വട്ടോളിക്കൂടി ആട്ടോ പോകുന്ന പണിക്ക്. അപ്പം അച്ഛനും അമ്മയും രജിയാൻ്റെ വണ്ടി കയറായി വെച്ച്. അമ്മയ്ക്ക് വസ്നാമീൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ പണി. അപ്പം നേരത്തെ പോയാൽ വസ്നാമീനെ ഇത്തിരി സഹായിക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ച് അമ്മ 7 മണിയൊക്കെ അമ്മ ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ.